ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. ഈ രണ്ട് ശ്ലോകങ്ങളും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. പരാപ്രകൃതി അപരാപ്രകൃതി. എന്താ അപരാപ്രകൃതി? അപരാപ്രകൃതി ഈ കാണാകുന്ന സകലവും, സ്ഥൂലവും സൂക്ഷ്മവും. കാണാകുന്ന എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ധാരണ പെശക് വരും, സ്ഥൂലം മാത്രമാണെന്ന്. അതുകൊണ്ടാണ് കാണാകുന്ന എന്ന വാക്കിന് സ്ഥൂലം എന്ന് മാത്രം അർത്ഥം എടുക്കരുത്, സ്ഥൂലവും സൂക്ഷ്മവും. അതെങ്ങനെ മനസ്സിലായി? നോക്കൂ, ആദ്യം തന്നെ പറഞ്ഞത് പഞ്ചഭൂതങ്ങളെയാണ്. ഭൂമിരാപോ നലോ വായു ഖം എന്ന്. ഭൂമി ആപഹ അനലഹ വായു ഖം. പഞ്ചഭൂതങ്ങളായി. അത് വേണമെങ്കിൽ നമുക്ക് പറയാം അത് സ്ഥൂലങ്ങളാണെന്ന് പറയാം. പഞ്ചഭൂതങ്ങൾക്ക് തന്നെ സൂക്ഷ്മതലവുമുണ്ട്, സ്ഥൂലതലവുമുണ്ട്. സൂക്ഷ്മഭൂതം, സ്ഥൂലഭൂതം, ഇങ്ങനെ രണ്ട് തലങ്ങളുണ്ട്. എങ്കിലും നമുക്ക് അവയെ പ്രായേണ സ്ഥൂലം എന്ന് പറയാം, വിരോധമില്ല. എന്നാൽ അതിനോട് ചേർന്ന് മനഃബുദ്ധി അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഉറപ്പാണത് സൂക്ഷ്മമാണ്. അപ്പൊ സ്ഥൂലവും സൂക്ഷ്മവുമായ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ചേർത്തുകൊണ്ടാണ് ഇതെല്ലാം എൻ്റെ അപരാപ്രകൃതിയാണ്. അപ്പൊ എന്താണ് പരാപ്രകൃതി? പരാപ്രകൃതി ഇതിനെല്ലാം ചേർത്ത് നിർത്തുന്നത്. ഈ ജഗത്ത് മുഴുവൻ എന്തിനാൽ ചേർത്ത് നിർത്തപ്പെടുന്നുവോ അങ്ങനെയുള്ള ജീവഭാവമാണ് പരാപ്രകൃതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവഭൂതാം എന്നിവിടെ പറയുമ്പോൾ വ്യഷ്ടിതലത്തിലും സമഷ്ടിതലത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യഷ്ടിതലത്തിൽ നമ്മൾ ജീവൻ എന്ന് പറഞ്ഞാലും സമഷ്ടിതലത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാലും രണ്ടും ഈ പരാപ്രകൃതിയുടെ ആ ഒരു ഭാവമാണ് മനസ്സിലാക്കേണ്ടത്. പരമമായ സത്യം ഇത് രണ്ടിനും ഉപരി എന്നറിയണം എന്നർത്ഥം. രണ്ടിനുപരിയാകുന്നു. രണ്ടിനുപരിയാകുന്നു പ്രകൃതിക്ക് ഉപരിയുള്ള തൻ്റെ പാരമാർത്ഥിക സ്വരൂപം എന്നറിയണം. അപ്പം അതിലേക്ക് എത്തിക്കുക അവിടെ ചെയ്യണത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രകൃതിയിൽ തുടങ്ങി പ്രകൃതിയുടെ ഉപരിയുള്ള തത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. നോക്കൂ, തുടർന്ന് പറയുകയാണ്, ഏതദ് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ. ഏതദ് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ. ഇവിടെ ഇതൊക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരാശയം, ആസ്തിക ദർശനങ്ങളൊക്കെ തന്നെ, ആസ്തിക ദർശനങ്ങളെന്ന് പറയുമ്പോൾ പൂർവമീമാംസയായാലും ന്യായമായാലും വൈശേഷികമായാലും സാഖ്യമായാലും യോഗമായാലും ഇനി ഉത്തരമീമാംസ അഥവാ വേദാന്തമായാലും
അവ ആസ്തിക ദർശനങ്ങളാണ്. ആസ്തിക ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തെ പ്രമാണമാക്കുന്ന ദർശനങ്ങളാണ്. വേദം പരമപ്രമാണമാണ് എന്ന ഒരു മാന്യത അംഗീകരിക്കുന്നതാണ്. നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആലോചിക്കുമ്പോഴും എന്തെങ്കിലും അടിസ്ഥാനം വേണം. ഒരടിസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് ചിന്തിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റൂ. ഏതൊരു ചിന്താ പദ്ധതിയിലും അത് ആവശ്യമാണ്. അപ്പോൾ ചോദ്യം വരും, നമ്മൾ അടിസ്ഥാനമായി സ്വീകരിച്ചതിനെ തള്ളിയാലോ? തള്ളാം, അതിന് വിരോധമില്ല. പഠനത്തിന് ശേഷം നിങ്ങൾക്ക് തള്ളാം. ഞാൻ അടിസ്ഥാനമാക്കിയത് ശരിയല്ലായിരുന്നു എന്ന് പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ അടിസ്ഥാനമാക്കിയതിനെ നമുക്ക് തള്ളാം. പക്ഷേ ഏതൊരു ശാസ്ത്ര ഗവേഷണത്തിലും പഠനത്തിലും ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആരംഭിക്കാൻ പറ്റൂ. വ്യക്തമാണല്ലോ പറഞ്ഞത്. ഇല്ലെങ്കിൽ അന്വേഷണം നടക്കില്ല. ആ അന്വേഷണത്തിൽ പഠനത്തിൽ ഞാൻ ആശ്രയിച്ച അടിസ്ഥാനം തെറ്റാണെന്ന് ബോധിച്ചാൽ അതിന് തള്ളാൻ അധികാരമുണ്ട്. അയ്യേ ഞാൻ വിശ്വസിച്ച് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞ് തള്ളാം, അതിന് വിരോധമില്ല. പക്ഷേ അന്വേഷണം ആരംഭിക്കണമെങ്കിലും തുടരണമെങ്കിലും ഒരു അടിത്തറ വേണം. അപ്പോൾ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് സത്യാന്വേഷണം ചെയ്യുന്ന ദാർശനികരിൽ നിന്നാണ് ആസ്തിക ദർശനങ്ങൾ ഉയർകൊണ്ടത്. അതിൽ സാഖ്യം, യോഗം എന്നിവ വേദാന്ത ദർശനത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ദർശനങ്ങളാണെന്ന് പറയാം. പക്ഷേ സാഖ്യത്തിൽ പ്രകൃതി എന്നും പുരുഷനെന്നും രണ്ട് സത്യങ്ങളുണ്ട്, രണ്ടും ഭിന്നങ്ങളാണ് എന്നുള്ളതാണ് സാഖ്യ ദർശനത്തിൻ്റെ അടിസ്ഥാനം. അവിദ്യയാൽ ബാധിക്കപ്പെട്ട്, അജ്ഞാനത്താൽ ബാധിക്കപ്പെട്ട് പ്രകൃതി പുരുഷന്മാരുടെ ഭേദം തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് ഈ സംസാര ക്ലേശങ്ങൾ. പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ് താൻ എന്ന തിരിച്ചറിവ് പുരുഷന് വരുമ്പോൾ മുക്തിയായി. പ്രധാനപ്പെട്ട ന്യൂനത ഒന്ന്, ആത്യന്തികമായി രണ്ട് സത്യമുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ്. രണ്ട്, പുരുഷൻ പ്രതിശരീരം ഭിന്നനാണെന്നുള്ള പ്രഖ്യാപനമാണ്. ഇത് രണ്ടും മാറ്റിക്കഴിഞ്ഞാൽ സാഖ്യം വേദാന്തത്തിൻ്റെ ഒരു പക്ഷത്തിലായി മാറും. പിന്നെ സാഖ്യത്തിന് അവിടെ നിലനിൽപ്പില്ല. അപ്പം സാഖ്യവും വേദാന്തവും ഒരിക്കലും ഒന്നല്ല, ഭിന്നമാണ്. അതുകൊണ്ട് തന്നെ ശങ്കരഭാഷ്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഒരു പ്രധാന മല്ലനായിട്ട് ഭഗവാൻ ഭാഷ്യകാരൻ സ്വീകരിച്ചിട്ടുള്ളത് സാഖ്യനെയാണ്. പ്രധാന മല്ലൻ എന്ന് പറഞ്ഞാൽ പ്രധാന എതിരാളി. അതുപോലെ ബൗദ്ധരുടെ ക്ഷണിക വിജ്ഞാനവാദികൾ രണ്ടുമാണ് പ്രധാന മല്ലന്മാരായിട്ട് ഭാഷ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ഈ വൈദികങ്ങളായ ദർശനങ്ങളെ മുഴുവൻ സമന്വയിപ്പിക്കണമെന്നുള്ള വലിയൊരു ദൃഷ്ടിയുള്ള ഭാഷ്യകാരൻ പല സ്ഥലത്തും സാഖ്യന്റെയും മറ്റും പദാവലികൾ ഉപയോഗിക്കും. എന്നിട്ട് പതുക്കെ അവനെ കൊണ്ടുവന്ന് വേദാന്ത ചിന്താ പദ്ധതിയിലേക്ക് ചേർക്കും. ഇത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഉണ്ടാക്കിയൊരു ശൈലിയല്ല, ആണെന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവത്ഗീതയിൽ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. ഭഗവത്ഗീതയിൽ പല സന്ദർഭങ്ങളിലും സാഖ്യന്റെ ശബ്ദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിച്ചിട്ടുള്ള ആ ചിന്ത നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് സാഖ്യം തന്നെയാണല്ലോ എന്ന് തോന്നും. പക്ഷെ കുറച്ച് കൂടെ പോയി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സാഖ്യനെ കൂടെ വേദാന്ത പക്ഷത്തിലേക്ക് ചേർക്കാനുള്ള പദ്ധതിയായിരുന്നു എന്ന്.
ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ. ഇല്ലെങ്കിൽ അറിയാതെ നമുക്കും പ്രകൃതി പുരുഷ ഭേദവാദം ഇവിടെ ഭഗവാനും ഉപദേശിച്ചുവല്ലോ എന്ന് തോന്നും. പ്രകൃതി പുരുഷ ഭേദവാദം ഭഗവാനും ഉപദേശിച്ചുവല്ലോ എന്ന് നമുക്ക് തോന്നും. ഇല്ല. അതുകൊണ്ട് ഇത്തരം ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നിഗമനത്തിലേക്ക് എത്തരുത്. പറഞ്ഞൊരർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. കാരണം ഒരു ശ്ലോകത്തിൽ ഒരു സിദ്ധാന്തം ഉപദേശിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു ശ്ലോകം വ്യാഖ്യാനിച്ചിട്ട് ഇതാണ് ഭഗവാന്റെ വീക്ഷണം എന്ന് പറഞ്ഞേക്കരുത്. അടുത്ത ശ്ലോകം, അടുത്ത ശ്ലോകം, അടുത്ത ശ്ലോകം, അങ്ങനെ ഘട്ടം ഘട്ടമായി കടന്നുപോയി എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. ഇത് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊക്കെ ആവശ്യമായി വന്നിരിക്കുക. ഇന്നിപ്പോൾ തിരക്കാ എല്ലാവർക്കും. ഒരു പൂർവപക്ഷ അവതരണം പോലും ചെയ്യാനുള്ള ക്ഷമ ഇന്നത്തെ സമൂഹത്തിലില്ല. പൂർവപക്ഷം കേൾക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇയാളുടെ സിദ്ധാന്തം എന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹമായി ഇന്നത്തെ. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ അതല്ല ഇങ്ങനെയാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുമ്പോഴത്തേക്ക് ഇവനതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. വലിയ പ്രശ്നമാണ്. ഒരു സംവാദ രീതി ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക നാട്ടിൽ. മനസ്സിലായില്ല പറഞ്ഞ? അല്ലേ? ശരിയല്ലേ പറഞ്ഞു? തെറ്റുണ്ടെന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. നാട്ടിലൊരു സംവാദ രീതി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ആദ്യം തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ സാഖ്യവാദമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത്. പ്രകൃതി, എൻ്റെ പ്രകൃതി. നോക്കൂ, ഏതദ് യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ. സർവാണി ഭൂതാനി ഏതദ് യോനീനി ഇതി ഉപധാരയ. എല്ലാ ഭൂതങ്ങളും ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് താഴെ പുൽക്കൊടി വരെ എടുത്തോളൂ. ഇനി അതിന് കീഴ്പട്ടിക്ക് പോകാൻ ഇഷ്ടം പോലെ. ഈ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്നൊക്കെ ഉള്ളത് ശങ്കരാചാര്യസ്വാമികളുടെ ശൈലിയാണ്. അത് ബ്രഹ്മാവിന് മേപ്പെട്ട് നമുക്ക് ആർക്കും ഇന്നും ഒന്നും അറിയില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ തുടങ്ങാം, ഇല്ലേ? അല്ല, അതിന് മുകളിൽ ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം, അതിന് വിരോധമില്ല. താഴോട്ട് പുൽക്കടി എന്നുള്ളതൊക്കെ മാറിയിട്ട് ഏകകോശ സസ്യങ്ങൾ വരെയൊക്കെ എത്താം നമുക്ക്. ഇന്നാണ് ഭാഷ എഴുതുന്നത് വെച്ചാൽ അതൊക്കെ എഴുതും. ബ്രഹ്മാവ് മുതൽ ഏകകോശ സസ്യം വരെ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതിനും താഴോട്ട് കോശം പോലും ഇല്ലാത്ത മറ്റൊന്നിനെ ആശ്രയിച്ച് ജീവഭാവം സ്ഫുരിപ്പിക്കുന്ന ജീവികളുണ്ടല്ലോ, അതുവരെ എടുത്തിക്കാം. പല വൈറസുകളോ ഒക്കെ ആവാം. എല്ലാം എന്തുണ്ടോ അതെല്ലാം. സർവാണി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും. ഭൂതം ഭവിച്ചവ, ഉണ്ടായവ. അപ്പൊ ഉണ്ടായ സകലവും ഏതദ്യോനീനി ഇവ ഉദ്ഭവസ്ഥാനമായിട്ടുള്ളവയാണ് എന്ന് ഉപധാരയ, നീ മനസ്സിലാക്കൂ. ഉപധാരയ, നീ മനസ്സിലാക്കൂ. സകല ഭൂതങ്ങളും, സ്ഥാവര ജംഗമങ്ങളായ സകല ഭൂതങ്ങളും ഈ രണ്ടും ഉദ്ഭവമായിട്ടുള്ളവയാണെന്ന് നീ മനസ്സിലാക്കൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പൊ പരാപ്രകൃതി അപരാപ്രകൃതി എന്ന് രണ്ട് പറഞ്ഞ ശേഷമാണ് പറയുന്നത് ഈ രണ്ടും ഉദ്ഭവസ്ഥാനമായിട്ടുള്ളവയാണ് സകല ഭൂതങ്ങളും എന്ന്. അപ്പൊ എന്തെല്ലാം ഭൂതങ്ങളുണ്ടോ സ്ഥാവര ജംഗമാത്മകമായിട്ട് എല്ലാം പരാപരാ പ്രകൃതികളിൽ നിന്നാണെന്ന് നീ മനസ്സിലാക്കൂ. എല്ലാം പ്രകൃതിയാണ്, ഇതെല്ലാം. അതുകൊണ്ട് അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ തഥാ. ഇനിയാണ് സാഖ്യനെ വേർപെടുത്തുന്നത്. അപ്പം ഇത്രയും പറഞ്ഞത് സാഖ്യന് അനുകൂലമാണ്.
എന്നിട്ട് ഉടനെ പറയുകയാണ്, അഹം ഞാൻ കൃത്സ്നസ്യ ജഗതഃ സമ്പൂർണമായ ജഗത്തിൻ്റെയും, കൃത്സ്നം സമ്പൂർണം, സമ്പൂർണമായ ജഗത്തിൻ്റെയും പ്രഭവം ഞാനാണ്, പ്രളയം ഞാനാണ്. ഇവിടെ സാഖ്യത്തിൽ നിന്നുള്ള വലിയ വ്യതിചലനം നമ്മൾ കാണുന്നു. സാഖ്യപക്ഷം അനുസരിച്ച് ഈ ജഗത്തിൻ്റെ മുഴുവൻ പ്രഭവം പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. കർത്തൃത്വം പ്രകൃതിയിലാണ്. കർത്തൃത്വം പ്രകൃതിയിലാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ഞാനാകുന്നു ഈ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സമസ്ത സ്ഥാവര ജംഗമാത്മകമായ സകലത്തിൻ്റെയും ഉദ്ഭവവും വിലയവും ഞാനാകുന്നു. പ്രഭവം പ്രകർഷേണ ഭവിക്കുന്നത്, ഉണ്ടാകുന്നത് എന്തിൽ നിന്നോ അത് പ്രഭവം. പ്രകർഷേണ ലയിക്കുന്നത് എന്തിലേക്കോ അത് പ്രളയം. അപ്പൊ പ്രഭവവും പ്രളയവും ഞാനാകുന്നു. ഇവിടെയാണ് സാഖ്യത്തിൽ നിന്ന് മാറ്റി. അപ്പൊ എൻ്റെതാണ് പ്രകൃതി, എൻ്റെതാണ് പ്രകൃതി. കുറച്ച് കഴിഞ്ഞാൽ മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം എന്ന് പറയുന്നുണ്ട്. ഈ മഹത്തായ പ്രകൃതി എൻ്റെ യോനിയാണ്, അതിൽ ഞാൻ ഗർഭത്തെ സ്ഥാപിക്കുന്നു എന്ന്. സംഭവ സർവഭൂതാനാം തത്തോ ഭവതി ഭാരത. അതുകൊണ്ടാണ് സകല ഭൂതങ്ങളുടെയും സംഭവം ഉണ്ടാകുന്നത് എന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ പ്രകൃതി എൻ്റെതാകുന്നു. സാഖ്യപക്ഷമനുസരിച്ച് പ്രകൃതിയും പുരുഷനും രണ്ട് വസ്തുത്വങ്ങളാണ്. ഒന്ന് ജഡമാണ്, ഒന്ന് ചേതനമാണ്. പ്രകൃതി ജഡം, പുരുഷൻ ചേതനം. പ്രകൃതി പരിണാമി, പുരുഷൻ അപരിണാമി. ഇതാണ് സാഖ്യം. രണ്ടും രണ്ടാണ്. വേദാന്തത്തിൻ്റെ പക്ഷം രണ്ടും ഒന്നാണ്, രണ്ടല്ല. അഗ്നിയും അഗ്നിയുടെ ഉഷ്ണതയും പോലെ ഭിന്നമായി ചിന്തിക്കപ്പെടാം, ഭിന്നമായി കാണപ്പെടാം, പക്ഷെ വസ്തു ഏകമാണ്. അപ്പോ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ, ഞാൻ സമ്പൂർണ്ണ ജഗത്തിൻ്റെയും പ്രഭവസ്ഥാനമാകുന്നു, പ്രളയസ്ഥാനമാകുന്നു. എന്താണ് ബ്രഹ്മം എന്ന ചോദ്യത്തിന് ഈ ഭൂതങ്ങളുടെ മുഴുവൻ ഉത്പത്തിയും സ്ഥിതിയും ലയവും എവിടെ നിന്നോ എന്തിൽ നിന്നോ അതാകുന്നു ബ്രഹ്മം എന്നാണ് ഉപനിഷത്ത് ലേശമെന്നേ പ്രഖ്യാപിക്കുന്നത്. ആ സർവകാരണമാണ് ഞാൻ. അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ തഥ. അപ്പൊ ഇവിടെ വ്യക്തമായി രണ്ട്, ഒന്ന് എൻ്റെ യോനിയും, രണ്ട് ഞാനും, പ്രകൃതിയും പുരുഷനും. ഇവിടെ എന്താ വ്യത്യാസം? പ്രകൃതി പുരുഷൻ എന്നിവ ഭിന്നങ്ങളാണെന്നുള്ളതിനെ ഇവിടെ തള്ളി എൻ്റെതാകുന്നു അത്. ഇനി അവിടെ ചോദ്യം വരുന്നത് എങ്ങനെയുള്ള എൻ്റെ? ഞാനും എൻ്റെ മാലയും എന്ന് പറയുമ്പോൾ മാലയും ഞാനും ഭിന്നന്മാരാണ്. അതുപോലെ എൻ്റെ പ്രകൃതിയാണോ? ആണെങ്കിൽ സാഖ്യവാദം തന്നെയായി. അത് കുറച്ച് കഴിഞ്ഞാൽ പറയും അങ്ങനെയല്ല, എൻ്റെ അനന്യശക്തിയാണെന്നുള്ള അർത്ഥത്തിൽ പറയും. അത് നമുക്ക് അവിടെ പഠിക്കാം. ഏതായാലും ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം ഞാനാകുന്നു സകല ജഗത്തിൻ്റെയും ഉദ്ഭവവും പ്രളയവും എന്ന് പറയുന്നതാണ്. നോക്കൂ,
ഇവിടെ നമ്മൾ പ്രത്യേകം പറയുകയാണ്, 7-ാം അധ്യായത്തിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ സിദ്ധാന്തത്തിൽ എത്തുന്നില്ല. തുടർച്ചയായി പഠിക്കണം. എന്നിട്ട് നമുക്ക് സിദ്ധാന്തം വേർതിരിച്ചെടുക്കാൻ പറ്റും. ഓരോ ശ്ലോകത്തിൽ സിദ്ധാന്തം കാണുന്നില്ല. സിദ്ധാന്തത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാചകത്തിൽ ആശയം പൂർത്തിയാവില്ലല്ലോ. ആശയ പൂർത്തീകരണത്തിന് പല വാചകങ്ങൾ പറയേണ്ടി വരും. പലപ്പോഴും പലർക്കും പറ്റുന്നൊരു കുഴപ്പം, ഏതെങ്കിലും വാചകത്തിൽ കയറി പിടിച്ചു കളയും. കുടുംബങ്ങളിലും അത് തന്നെയാണ് പറ്റുക, അല്ലേ? കുടുംബങ്ങളിലും അത് തന്നെയാണ് പറ്റുക. അല്ലെങ്കിൽ നാട്ടിലെ ചർച്ചകളിലും അത് തന്നെയാണ് പറ്റുക. ഏതെങ്കിലും ഒരു വാചകത്തിൽ കയറി പിടിക്കും. അത് പറ്റില്ല. ശാസ്ത്ര ചർച്ചയിൽ ഒട്ടും വയ്യ. നോക്കൂ, ഏതദ് യോനീനി ഏതേ പരാപരേ ക്ഷേത്രക്ഷേത്രജ്ഞലക്ഷണേ പ്രകൃതി യോനിഃ യേഷാം ഭൂതാനാം താനി ഏതദ് യോനീനി ഭൂതാനി സർവാണി ഇത്യേവം ഉപധാരയ ജാനീഹി. യസ്മാത് മമ പ്രകൃതി യോനിഃ കാരണം സർവഭൂതാനാം അതഃ അഹം കൃഷ്ണസ്യ സമസ്തസ്യ ജഗതഃ പ്രഭവഃ ഉത്പത്തിഃ പ്രളയഃ വിനാശഃ തഥാ പ്രകൃതിദ്വയദ്വാരേണ അഹം സർവജ്ഞ ഈശ്വരഃ ജഗതഃ കാരണം ഇത്യർത്ഥഃ. ഏതദ് യോനീനി ഏതേ പരാപരേ ക്ഷേത്രക്ഷേത്രജ്ഞലക്ഷണേ പ്രകൃതി യോനിഃ യേഷാം ഭൂതാനാം താനി ഏതദ് യോനീനി ഭൂതാനി സർവാണി ഇത്യേവം ഉപധാരയ ജാനീഹി. യസ്മാത് മമ പ്രകൃതി യോനിഃ കാരണം സർവഭൂതാനാം അതഃ അഹം കൃത്സ്നസ്യ സമസ്തസ്യ ജഗതഃ പ്രഭവഃ ഉത്പത്തിഃ പ്രളയഃ വിനാശഃ തഥാ പ്രകൃതിദ്വയദ്വാരേണ അഹം സർവജ്ഞ ഈശ്വരഃ ജഗതഃ കാരണം ഇത്യർത്ഥഃ. അപ്പോൾ പറയാണ്, ഏതദ് യോനീനി, ഈ രണ്ട് യോനികളും, യോനി ഉദ്ഭവസ്ഥാനം, ഏതൊക്കെയാ രണ്ട്? പരാപരേ, പരാപ്രകൃതിയും അപരാപ്രകൃതിയും. ഈ രണ്ടും ക്ഷേത്രജ്ഞ ലക്ഷണേ, ഒന്ന് ക്ഷേത്ര ലക്ഷണമാണ്, ഒന്ന് ക്ഷേത്രജ്ഞ ലക്ഷണമാണ്. അതെങ്ങനെയാ? അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, ഭഗവത്ഗീതയുടെ ചർച്ചയിൽ ഇതുവരെ ക്ഷേത്ര ശബ്ദമോ ക്ഷേത്രജ്ഞ ശബ്ദമോ പോലും വന്നിട്ടില്ല. ഭഗവത്ഗീതയിൽ ആദ്യമായി ക്ഷേത്ര ശബ്ദം, ക്ഷേത്രജ്ഞ ശബ്ദം വരുന്നത് 13-ാം അധ്യായത്തിലാണ്. ഇത് നമ്മൾ 7-ാം അധ്യായം ആയതേ ഉള്ളൂ. ഒരു തരത്തിലും ക്ഷേത്രജ്ഞ ശബ്ദങ്ങൾ തന്നെ വന്നിട്ടില്ല ഗീതയിൽ. പക്ഷെ ഭാഷ്യകാരനറിയാലോ എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ എന്നിത്യാദി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. 2 ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ എന്ന് 13-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം ആണ് ക്ഷേത്രം. എന്താ ക്ഷേത്രം? ക്ഷേത്രം വയൽ, കൃഷിഭൂമി. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വിഷയമുണ്ട്. പലരും ഈ അമ്പലത്തിനൊക്കെ പറയുമ്പോൾ ഈ ഇത് പറയും പലപ്പോഴും. അത് പറയണതിന് വിരോധമല്ല, ക്ഷേത്ര ശബ്ദം ഇങ്ങോട്ട് കൊടുക്കുക. പക്ഷെ ക്ഷേത്രത്തിന് ഈ സന്ദർഭത്തിൽ വയലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ, കൃഷിഭൂമി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ.
ക്ഷേത്രം കൃഷിഭൂമി, വയല്, വേറെ അർത്ഥമില്ല. അപ്പൊ ഈ ശരീരമാണ് ക്ഷേത്രം. ക്ഷയിച്ചു പോകുന്നത് ക്ഷേത്രം. ക്ഷയിക്കുക എന്ന ഭാവത്തോടു കൂടിയത് ക്ഷേത്രം. ക്ഷേത്ര ശബ്ദത്തെ നമ്മൾ എടുക്കുമ്പോൾ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നൊക്കെ പറയും, അത് വേറെ വിഷയം. അങ്ങനെയും പറയാം, ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നതും ക്ഷേത്രമാണ്. സംസ്കൃതത്തിൻ്റെ ഒരു സൗന്ദര്യം അതാണ്. ഒരു പ്രത്യയത്തെ നമ്മൾ എങ്ങനെ ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ത്രാണനം ചെയ്യുന്നത് എന്ന് ത്ര ശബ്ദത്തെ ധാതുവാക്കി എടുത്താൽ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രമാകും. ക്ഷയിക്കുക എന്ന ഭാവത്തോട് കൂടിയത് എന്നുള്ള അർത്ഥത്തിൽ ക്ഷേത്രവും. മനസ്സിലാക്കുക. ക്ഷയിക്കുന്നതാണ് ക്ഷേത്രം. ഇത് ക്ഷയിച്ചു പോകുന്നതാണ്. അപ്പൊ ക്ഷേത്രത്തിൽ അവിടെ എന്തൊക്കെ ഉൾപ്പെട്ടു? ഇത് പഞ്ചഭൂതാത്മകമാണ്. അപ്പൊ വ്യഷ്ടിയായാലും സമഷ്ടിയായാലും പഞ്ചഭൂതാത്മകമായ നാമരൂപാത്മകമായ സകലത്തെയും ഉൾക്കൊള്ളിക്കുന്ന ശബ്ദമാണ് ക്ഷേത്രശബ്ദം. അതുകൊണ്ട് ഭൂതഭൗതിക സംഘാതം, ഭൂതങ്ങൾ ചേർന്ന ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മൾ ഭൗതികം എന്നൊക്കെ പറയുന്ന എല്ലാം ഉൾപ്പെടുന്നതാണ് ക്ഷേത്രം. എന്തിനെക്കുറിച്ച് നമുക്ക് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചാൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്നൊക്കെ പറയാമോ, എല്ലാം ക്ഷേത്രം എന്നുള്ളതിൽ ഉൾപ്പെടും. എല്ലാം. ഇനി ഈ ക്ഷേത്രത്തെ മുഴുവൻ എൻ്റെ എന്നറിയുന്നവൻ ആര്? എൻ്റെ ശരീരം, എൻ്റെ ലോകം, എന്നാൽ കാണപ്പെടുന്നത് എന്ന് ക്ഷേത്രത്തെ അറിയുന്നവനാര്? അവനാണ് ക്ഷേത്രജ്ഞൻ. ഈ ക്ഷേത്രജ്ഞനെ സംബന്ധിച്ച് നമ്മൾ എന്താ ഫിസിക്കൽ എന്ന് മറ്റത് പറഞ്ഞാൽ ഏതെന്ത് പറയും? വലിയ പ്രശ്നം തന്നെയാണ്. പലരും സ്പിരിച്വൽ എന്നൊക്കെ പറയും, അത് വയ്യ. ഫിസിക്കൽ എന്നുള്ളതിനപ്പുറത്ത് സ്പിരിച്വൽ എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇനി മെറ്റാ ചേർത്ത് പറഞ്ഞ മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞ അർത്ഥം മാറുകയും ചെയ്തു. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നല്ലത് ക്ഷേത്രജ്ഞ ശബ്ദം, ആത്മശബ്ദമൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഏത് ഭാഷയിലായാലും എല്ലാത്തിനെയും ട്രാൻസ്ലേറ്റ് ചെയ്തോളണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റിയാൽ മതി. മനസ്സിലായില്ല പറഞ്ഞത്? എല്ലാ വാക്കിനെയും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത ആദ്യം മാറ്റുക. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് തനത് വാക്കുകൾ പ്രയോഗിക്കാം. ഇപ്പം നമ്മൾ മലയാളം സംസാരിക്കുന്ന നമ്മൾ എന്തെല്ലാം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്? ഇല്ല? ഉപയോഗിക്കാറില്ല? ഉണ്ട്. അപ്പം അതിനൊക്കെ തത്തുല്യമായ മലയാളം ഉണ്ടാക്കിക്കൊള്ളണം അല്ലെങ്കിൽ സംസ്കൃതം ഉണ്ടാക്കിക്കൊള്ളണം എന്ന് ശഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വാക്കിന് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ചിലർ സംശയിക്കും, അപ്പോൾ സംസ്കൃതത്തിൽ ഏത് പ്രത്യയങ്ങളൊക്കെയാണ് ചേർക്കുക, അതിനോട് എങ്ങനെയാണ് പ്രത്യയം ചേർക്കുക? അതേതന്തമാണോ അന്തമായിട്ട് എടുക്കണം, അല്ലാണ്ട് എന്ത്? ഇപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞു വെച്ചോളൂ, സ്വിച്ച് എന്നുള്ളത് ചകാരാന്തമായിട്ട് എടുക്കണം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും? നേരെ മറിച്ച് അതിന് പേര് വൈദ്യുതാഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഓടും ഇവിടുന്ന്. ശരിയല്ലേ പറഞ്ഞു? അല്ലേ? നീ ആ സ്വിച്ച് ഒന്ന് ഓണാക്കുമെന്ന് പറഞ്ഞു വെച്ചോളൂ. അപ്പോൾ വൈദ്യുതാഗമന നിഗമന
യന്ത്രത്തിൽ പോയിട്ട് നീ അമർത്തൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കാര്യം കഴിയും. ഇവിടെ ആള് ഷോക്കടിച്ച് ചത്തിട്ടുണ്ടാവും. ഇതേപോലെ സംസ്കൃതം അങ്ങോട്ടും എല്ലാ പദങ്ങളും അനുവാദം ചെയ്യണമെന്നില്ല, ഭാഷാന്തരീകരിക്കണമെന്നില്ല എന്നുള്ളൊരു ബോധം, അഭിമാനം നമുക്ക് വേണം. അല്ലാതെ ഇതൊന്നും സായിപ്പിന് വഴങ്ങുന്ന ശബ്ദങ്ങളല്ല ആത്മാന്നുള്ളത്, ഒരിക്കലും വഴങ്ങില്ല. ആധ്യാത്മികം എന്നുള്ളതിന് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നതിന് പകരം ആധ്യാത്മികം തന്നെ പറയണം, ആത്മീയം തന്നെ പറയണം. അപ്പോൾ അവൻ ആ പദം എടുക്കും. ഇപ്പോൾ എടുത്തുല്ലോ, ധർമ്മ എടുത്തു, കർമ്മ എടുത്തു, ആത്മൻ എടുത്തു, ബ്രഹ്മൻ എടുത്തു, എല്ലാം എടുത്തു കഴിഞ്ഞു. അങ്ങനെ എടുപ്പിക്കണം കൂടുതൽ കൂടുതൽ ശബ്ദങ്ങൾ. അതാ വേണ്ടേ. ഇതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇതിനെ ആരറിയുന്നുവോ അവൻ ക്ഷേത്രജ്ഞൻ, ക്ഷേത്രത്തെ ആരറിയുന്നുവോ അവൻ ക്ഷേത്രജ്ഞൻ. ആരാ ഇതിനറിയുന്നേ? ഞാനും എന്നാൽ അറിയപ്പെടുന്നതും. ഞാൻ രണ്ടേ ഉള്ളൂ, മൂന്നാമതൊന്നില്ല. അറിയപ്പെടുന്നതിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. എന്നിട്ട് പറയാം, അറിയപ്പെടുന്നതിനെ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഒന്ന് അറിയപ്പെട്ടതും, രണ്ട് അറിയപ്പെടാത്തതും. ആണല്ലോ, ശരിയാണല്ലോ. അറിയപ്പെട്ടത് പ്ലസ് അറിയപ്പെടാത്തത് സമം അറിയപ്പെടുന്നത്. അറിയപ്പെടുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നേ ഉള്ളൂ, അതാരാ? അറിയുന്നവൻ. ഇത്രയേ ഉള്ളൂ. മൂന്നാമതൊരു വസ്തു ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല. അപ്പോ ഈ ഭൗതികമായ സകലവും ക്ഷേത്രലക്ഷണമാണ്. അവയെ അറിയുന്ന ഞാൻ ക്ഷേത്രജ്ഞ ലക്ഷണമാണ്. ക്ഷേത്രലക്ഷണം അപരയാണ്, ക്ഷേത്രജ്ഞ ലക്ഷണം പരയാണ്. ഇത് രണ്ടിനുപരിയാണ് കേവല സത്യം. അപ്പം നമുക്ക് വീണ്ടും സംശയം വരും, അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ? ക്ഷേത്രജ്ഞൻ തന്നെയല്ലേ ഞാൻ? ക്ഷേത്രജ്ഞൻ്റെ ലക്ഷ്യാർത്ഥമാണ് ഞാൻ. ജീവാത്മാവ് എന്ന തലമുള്ളപ്പോൾ കേവല സത്യം അതിൽ നിന്ന് ഭിന്നം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഏതുപോലെ? ഒരു കണ്ണാടിയിൽ പ്രതിബിംബിച്ച സൂര്യൻ എന്ന് പറയും. ഇപ്പൊ കണ്ണാടിയിൽ പ്രതിബിംബിച്ച സൂര്യൻ കണ്ണാടിയുടെ വർണ്ണത്തിനനുസരിച്ച് നീല, പച്ച, ചുവപ്പ്, കറുപ്പ് എന്നിത്യാദി ആവാം. അല്ലെങ്കിൽ കണ്ണാടി കോൺവെക്സോ കോൺകേവോ എന്നുള്ളതിനനുസരിച്ച് വലുത്, ചെറുത്, ഇങ്ങനെയൊക്കെ ആവാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ കണ്ണാടിയിൽ പ്രതിബിംബിച്ച പ്രതിഫലിത സൂര്യൻ എന്നുള്ള വ്യക്തിത്വം ഉള്ളപ്പോൾ അത് സൂര്യനെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? കണ്ണാടി എന്ന ഉപാധിയെ മാറ്റിയാൽ ഇത് സൂര്യനാണ്. ഇതുപോലെ ജീവാത്മാവിൻ്റെ താദാത്മ്യഭാവങ്ങളെ മാറ്റിയാൽ പരമാത്മാവ് തന്നെയാണ്. പക്ഷെ താദാത്മ്യഭാവങ്ങൾ ഉള്ള സമയത്ത് ഇത് പരമാത്മാവെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ക്ഷേത്രജ്ഞ ലക്ഷണത്താൽ പറയപ്പെടുന്ന പരാപ്രകൃതിയും ഞാനല്ല, പിന്നെയോ സ്വാഭാവികമാണ്. സൂര്യപ്രതിബിംബത്തെ ചൂണ്ടിയിട്ട് പറയുകയാണ് അത് സൂര്യനാണ്, അത് സൂര്യൻ അല്ല. രണ്ടും ശരിയല്ലേ? കണ്ണാടിയിലെ ചുമന്ന അല്ലെങ്കിൽ നീല സൂര്യനെ ചൂണ്ടിയിട്ട് ഒരാൾ പറയുകയാണ് അത് സൂര്യനല്ല കേട്ടോ. ശരിയോ തെറ്റോ? രണ്ടും പറയാം. അത് സൂര്യനല്ലാണ്ട് പിന്നെ എന്താണ്? അല്ല, അത് സൂര്യൻ തന്നെയാണ്, എന്നാലും അതല്ല കേട്ടോ സൂര്യൻ. അപ്പം സൂര്യനെ ബോധിക്കാൻ വേണ്ടി നമ്മൾ നീല കണ്ണാടി മാറ്റേണ്ടി വരും, ചുവന്ന കണ്ണാടി മാറ്റേണ്ടി വരും. മനസ്സിലാക്കുക. അപ്പോ ജീവാത്മഭാവം അഥവാ ക്ഷേത്രജ്ഞഭാവം ക്ഷേത്രങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്തുന്നു. എങ്കിലും അതിനുമുപരിയാണ് കേവലമായ സത്യം. ഈ വിഷയം ആവർത്തിക്കാൻ പോകുന്നുണ്ട് 13, 14, 15 അധ്യായങ്ങളിൽ. അതുകൊണ്ട് 7-ാം അധ്യായം പഠിച്ചിട്ട് നിഗമനത്തിലെത്തരുത്.
7 പഠിച്ചാൽ ഉടനെ എന്ത് പഠിക്കണം? 13, 14, 15 പഠിക്കണം. അതെങ്ങനെ 7 കഴിഞ്ഞ് 8, 9, 10, 11 കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ? അത്രേ പറ്റുള്ളൂ. അതുവരെ ക്ഷമ വേണം. ഗീതയുടെ കുറച്ച് ഭാഗം പഠിച്ചിട്ട് ഞാൻ ഗീത പഠിച്ചു എന്നാരും പറഞ്ഞേക്കരുത്. ഇല്ലേ? ഗീതയുടെ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഗീതയെ മുഴുവൻ പിടിച്ചോ? കൈ പിടിച്ച് ഗീത വന്നാലല്ലേ ഗീത എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞോളൂ. എന്താ അഭിപ്രായം? ഞാൻ നിന്റെ കൈ പിടിച്ചവനാ. ഞാൻ കൈ പിടിച്ചവനാന്ന് പറഞ്ഞാൽ നിന്നെ കെട്ടിയവനാന്ന് അർത്ഥം. കൈയല്ലേ പിടിച്ചുള്ളൂ, എന്നെ പിടിച്ചോ? എൻ്റെ ഹൃദയം നീ പിടിച്ചോ? എന്താ അഭിപ്രായം? അതുകൊണ്ട് ഗീതയുടെ ഏതെങ്കിലും ഭാഗം പിടിച്ചിട്ട് ഗീതയെ പിടിച്ചു എന്നാരും പറഞ്ഞേക്കരുത്. 7 പഠിച്ചാൽ 7ൻ്റെ സിദ്ധാന്തത്തിലെത്തണമെങ്കിൽ 13, 14, 15 ഉറപ്പ്. എന്നാൽ മാത്രം 7 പഠിച്ചു എന്ന് പറയാൻ പാടില്ല. ആ ഒരു സൂചന കൂടി ഇവിടെ വരികയാണ്. കാരണം പരാപര എന്നുള്ളിടത്ത് ഒരു ആവശ്യമില്ലാണ്ട് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുക ക്ഷേത്രജ്ഞ ലക്ഷണേ. കാരണം ഈ പദങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം നമുക്കിനി കിട്ടാൻ പോകുന്നില്ല. എവിടം വരെ കാത്തിരിക്കണം? 13-ാം അധ്യായത്തിൻ്റെ ആരംഭം വരെ കാത്തിരിക്കണം. ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. എന്നിട്ടാണ് ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് പറയണത്. എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞൻ ഞാനാണെന്ന് നീ മനസ്സിലാക്കൂ ഹേ ഭാരതായ. അതിൽ പലൊരു ഉപദേശം ഇനി പറയാനില്ല. അതവിടെ പഠിക്കാം, അതിപ്പോൾ പഠിക്കണ്ട. അപ്പം ഈ പദം ഇവിടെ ഉപയോഗിച്ചതിലൂടെ ഇത് നിങ്ങൾ 13-ാം അധ്യായത്തിൽ പഠിച്ച് മനസ്സിലാക്കിക്കോളൂ എന്നൊരു സൂചന ഭാഷ്യകാരൻ തരുന്നില്ലേ? ഉണ്ട്. അപ്പോൾ പരാപരാപ്രകൃതികൾ, അപരാപ്രകൃതി ക്ഷേത്രലക്ഷണവും പരാപ്രകൃതി ക്ഷേത്രജ്ഞ ലക്ഷണവുമായ ഇതാണ് യോനീനി ഭൂതാനി ഏതത് യോനീനി ഭൂതാനി സർവാണി. എല്ലാ ഭൂതങ്ങളും ഇവ ഉദ്ഭവസ്ഥാനങ്ങളായവയാണ് എന്ന് പറഞ്ഞ അർത്ഥം എല്ലാ ഭൂതങ്ങളും ഈ പരാപരാപ്രകൃതികളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എല്ലാ ഭൂതങ്ങളും. അപ്പോൾ പ്രകൃതിയാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് നീ വിചാരിക്കരുത്. പ്രകൃതി ഒരു ഉപാധി മാത്രമാണ്. വാസ്തവത്തിൽ കാരണം ഞാനാണ്. വാസ്തവത്തിൽ കാരണം ഞാനാണ്. അതാണ് പറയുന്നത് യസ്മാത് മമ പ്രകൃതി യോനിഹി കാരണം സർവഭൂതാനാം. എൻ്റെ പ്രകൃതിയാണ് ഈ ഭൂതങ്ങളുടെ മുഴുവൻ ഉദ്ഭവ കാരണം. അതുകൊണ്ട് അതഃ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ. അതുകൊണ്ട് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്പത്തിയും പ്രളയവും. ഇതെൻ്റെ ഉപാധിയാണ്. അഹം കൃഷ്ണസ്യ ജഗതഃ സമസ്തസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ. സമസ്ത ജഗത്തിൻ്റെയും ഉത്പത്തിയും പ്രളയവും ഞാനാകുന്നു. അഹം സർവജ്ഞ ഈശ്വരഃ ജഗതഃ കാരണം. സർവജ്ഞനായ ഈശ്വരനായ ഞാനാണ് ജഗത്തിൻ്റെ കാരണം എന്നർത്ഥം. നോക്കണേ, പ്രകൃതി കാരണവാദം തള്ളി സർവജ്ഞനായ ഈശ്വരൻ മാത്രമാണ്. നോക്കൂ, ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു അത്ഭുതം അതെന്ന് ആലോചിച്ച് നോക്കൂ. സർവജ്ഞമായ ഒന്നിൽ നിന്നല്ലാതെ ഇത് ജനിക്കുമോ? എന്തൊരു മഹാത്ഭുതമാണ്. നമ്മളൊരു സൂക്ഷ്മതലത്തിലേക്ക് നിരൂപണം ചെയ്താലും സ്ഥൂലതലത്തിലേക്ക് നിരൂപണം ചെയ്താലും ഈ പ്രപഞ്ചം എന്ന മഹാത്ഭുതം, ഓരോ ഘടകവും പരസ്പരം ചേർക്കപ്പെട്ട കോർക്കപ്പെട്ട അത്ഭുതം നിരീക്ഷിക്കുമ്പോൾ
സർവജ്ഞമായ ഒന്നിൽ നിന്ന് മാത്രമേ ഇത് വരൂ എന്ന് മനസ്സിലാവും. ഒരു മഹാത്ഭുതമാണ് അല്ലേ? ഈ പ്രകൃതി ഒന്ന് നോക്കൂ, ഈ ഭൂമിയിലേക്കൊന്ന് നോക്കൂ, നമ്മുടെ ശരീരത്തിലേക്ക്. എന്തിനാ ശരീരത്തിലേക്ക് നോക്കണത്? ഒരു ഒറ്റ കോശത്തിലേക്കൊന്ന് നോക്കൂ. ഒരു ഓർഗാനിക് സെല്ല് നമ്മുടെ പഠന വിഷയമാക്കൂ. അത്ഭുതകരമായ, അത്യന്ത കുശല ശില്പികൾക്ക് പോലും നിർമ്മിക്കാൻ പ്രയാസമുള്ളതാണിത് എന്ന്. എന്നിട്ട് ചേരും പോലെ ചേർത്തും വെച്ച് എന്തൊക്കെയാക്കിയിട്ടുള്ള, അതിൽ ഞാനെന്നൊരു അഭിമാനവും വെച്ച് ഇല്ലേ? എന്തൊരു സുഖാന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു അത്ഭുതം അത്, മഹാത്ഭുതമാണ്. ഒരു ചിരി കണ്ടാൽ മതി, ഒരു കരച്ചിൽ കണ്ടാൽ മതി, എന്തൊരു മഹാത്ഭുതമാണ്. സർവജ്ഞമായ ഈശ്വരനിൽ നിന്ന് മാത്രമേ ഇത് വരൂ. ഒരിക്കലും ജഡമായ പ്രകൃതിയിൽ നിന്ന് ഇതിൻ്റെ നിർമ്മിതി ഉണ്ടാവില്ല. ഒരിക്കലും പരമാണുക്കളിൽ നിന്നിതുണ്ടാവില്ല. പരമാണുക്കളിൽ നിന്നുണ്ടായാൽ അതിന് പിന്നിൽ സചേതനമായ ചൈതന്യ സ്വരൂപമായ ഒന്നിൻ്റെ പ്രവൃത്തി വേണം. ഒരു യന്ത്രവും താനേ പ്രവർത്തിക്കാറില്ല. ഒരു പ്രവർത്തകൻ വേണം. അത് ഞാൻ സർവജ്ഞനായ ഈശ്വരനാണ് ഇതിൻ്റെ മുഴുവൻ കാരണമെന്ന് മനസ്സിലാക്കൂ. അപ്പോൾ സാഖ്യശബ്ദങ്ങളെ ഉപയോഗിച്ച് സാഖ്യത്തിനപ്പുറത്തെത്തിച്ചു. വ്യക്തമുണ്ടല്ലോ. ഉണ്ടാവണേ. ബുദ്ധായിട്ട് ഇപ്പോൾ മുൻഭാഗം പഠിക്കാത്തവർക്ക് കുറച്ച് അവ്യക്തത ഉണ്ടായി വരും, സാരമില്ല. അങ്ങനെയല്ലേ ഇപ്പോൾ കയറാൻ പറ്റൂ ഇല്ലേ? അല്ലാണ്ട് വണ്ടി ദിവസവും തുടങ്ങിയിടുന്ന തന്നെ തുടങ്ങാൻ പറ്റുമോ? അതില്ലല്ലോ. വഴിയിൽ നിന്ന് കയറുന്നവർ കയറി തന്നെ. വണ്ടിയുടെ പേരിന് മാറ്റമൊന്നുമില്ല. വിവേക് എക്സ്പ്രസ് അല്ലേ? ഏറ്റവും വലുത്, ഭാരതത്തിലെ ഏറ്റവും വലുത്, ലോകത്തിലെ വലുതല്ലെങ്കിലും ഭാരതത്തിലെ ഏറ്റവും വലുത്. കോഴിക്കോട് നിന്ന് കയറിയാലും അതിന് മാറ്റമൊന്നുമില്ല. കന്യാകുമാരി നിന്ന് പുറപ്പെട്ടുല്ലോ, അതിനെന്താ നീ കയറിയ കോഴിക്കോട് നിന്ന്? നീ ആരാപ്പോൾ ഡീബ്രൂഗർ വരെയൊക്കെ പോണത്? മംഗലാപുരത്ത് ഇറങ്ങാം, വിരോധമില്ല. വണ്ടി അങ്ങനെ പോകും. പരാപ്രകൃതിക്കും ഉപരിയുള്ളതാണ്. രണ്ടിനും ഉപരിയുള്ളതാണ്. പരാപരാപ്രകൃതികൾക്ക് ഉപരിയുള്ള ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃതഃ. ഉത്തമ പുരുഷഃ തു അന്യഃ. ഉത്തമ പുരുഷൻ അന്യനാണ്, പുരുഷോത്തമൻ അന്യനാണ്. അന്യൻ എന്ന് പറഞ്ഞാൽ എവിടുന്ന് അന്യൻ? ക്ഷരാക്ഷരാഭ്യാം അന്യഃ. ക്ഷരത്തിൽ നിന്നും അക്ഷരത്തിൽ നിന്നും അന്യനാണ്. അവിടെ ക്ഷരം ക്ഷേത്രലക്ഷണമാണ്, അക്ഷരം ക്ഷേത്രജ്ഞ ലക്ഷണമാണ്. ഈ ജഗത്തും ഈശ്വരനും രണ്ടിനുപരിയാണ് സത്യം. സർവജ്ഞ, സർവജ്ഞനായ ഈശ്വരൻ. യതഃ തസ്മാത്, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. യതഃ തസ്മാത്, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. ഹേ ധനഞ്ജയ, അല്ലയോ
ധാരാളം ചില്ലാനം ജയിക്കുന്നവനെ, അല്ലേ, നല്ലോണം പണം സമ്പാദിക്കുന്നവനെ, അങ്ങനെ ആവണം നമ്മൾ. 10 പ്രാവശ്യം ധനഞ്ജയാന്ന് വിളി കേട്ടാലെങ്കിലും നമ്മൾ ധനഞ്ജയന്മാരാവണം. ജ്ഞാനി ഈശ്വരനേക്കാളും ആനന്ദം അനുഭവിക്കണില്ലേന്നോ? ഈശ്വരനേക്കാളും എന്നുള്ളൊരു താരതമ്യം ഉണ്ടെങ്കിൽ അവൻ ജ്ഞാനിയല്ല. ശരിയാണ്, ചോദ്യം മനസ്സിലായി. ഈശ്വരന് സ്വാഭാവികത്വം ഇല്ലേ എന്നാണ്. തീർച്ചയായിട്ടും ഉണ്ട്. സമഷ്ടിരീശ സർവേഷാം സ്വാത്മതാദാത്മ്യവേദനാം. ഈ സമഷ്ടി പ്രപഞ്ചവുമായി താദാത്മ്യമുള്ളവനാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനും പരിമിതിയുണ്ട്. പരിമിതി ഇല്ലാത്തവന് അപരിമിതമാണ് ആനന്ദം. ശരിയാ. എന്നാലും ഈ കാളും എന്നുള്ളതൊക്കെ ഒന്ന് ഒഴിവായി ഇല്ലേ ജ്ഞാനിയാവുമ്പോൾ? ത്രിമൂർത്തികളൊക്കെ ദേവതകളിൽ പെട്ടതായിട്ട് പറയാം. ഇനി ഒരാൾ ഈശ്വരഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഈശ്വരനാണെന്നും പറയാം. വൈഷ്ണവന്റെ വിഷ്ണു ഈശ്വരനാണ്, ശൈവന്റെ ശിവൻ ഈശ്വരനാണ്, ശാക്തേയരുടെ ശക്തി ഈശ്വരനാണ്. അത് ദേവത എന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ്. ശരി, അതുകൊണ്ട് ഹേ കൗന്തേയ, ഹേ ധനഞ്ജയ, നിന്റെ പേര് അന്വർത്ഥമാവണമെങ്കിൽ നീ ഈ ധനം നേടണം. ഏത് ധനം? ഇപ്പൊ പറയണ ജ്ഞാനം നീ നേടിയാൽ മാത്രമേ ശരിയായ ധനഞ്ജയനായി എന്ന് പറയാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പോൾ കുറേ ധനം കിട്ടിയിട്ട് എന്ത് കാര്യം? ഏത് ധനം കിട്ടിയാലും നല്ലത് തന്നെ, പക്ഷെ ഈ ധനം വേണം. എന്നാൽ നീ ധനഞ്ജയനായി. ഹേ ധനഞ്ജയ, മത്തഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. എനിക്കുപരി ഒന്നുമില്ല ഹേ ധനഞ്ജയ. മത്തഃ പരതരം, എന്നേക്കാൾ ഉപരിയായത് കിഞ്ചിതിന അസ്തി, ഒന്നുമില്ല കേട്ടോ. അടിസ്ഥാനമായ കാരണത്തിൽ നിന്ന് ഭിന്നമായിട്ട്, അടിസ്ഥാനമായ കാരണത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ഇത് മനസ്സിലാക്കൂ. അതെ അതെ. അടിസ്ഥാന കാരണ ഭിന്നമായിട്ടൊന്നുമില്ല, ഒരു കാര്യവുമില്ല. ഈശ്വര ഭിന്നമായിട്ടോ ഈശ്വരനുപരിയായിട്ടോ ജഗത്തില്ല. ഈശ്വരൻ തന്നെ ജഗത്ത്. മത്തഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി. എന്നിൽ നിന്ന് ഉപരിയായിട്ട് ഒന്നുമില്ല ഹേ ധനഞ്ജയ. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ? ഒരാൾ രാജ്യത്ത് പറയാണ് രാജാവിനേക്കാൾ ഉപരിയായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ രാജ്യത്ത് പറഞ്ഞാൽ അപ്പുറത്ത് ചക്രവർത്തി ഉണ്ടെങ്കിൽ രാജാവ് ചെറുതായി. ഇപ്പൊ പറഞ്ഞു ചക്രവർത്തിയേക്കാൾ ഉപരി യാതൊരാളും ഇല്ല എന്ന്. അപ്പോഴത്തേക്ക് മരണം വന്നു. മരണത്തിന്റെ താഴെയാണോ ചക്രവർത്തി, മുകളിലാണോ അറിയില്ല. അതുപോലെ ആപേക്ഷികമായൊരു ഔന്നത്യമാണോ ഇവിടെ പറയുന്നത്? അല്ല. മൈ ഇതം സർവം പ്രോതം, എന്നിൽ ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. പ്രോതം, കോർക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? സൂത്രേ മണിഗണ ഇവ, സൂത്രത്തിൽ നൂലിൽ മുത്തുമണികൾ എന്ന പോലെ. അപ്പോൾ ഒരു മുത്തുമാലയുണ്ട്. ഇവിടെ ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമല്ല. ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമല്ല. ഭഗവാൻ പറഞ്ഞാലും ദൃഷ്ടാന്തം പൂർണ്ണമല്ല. ദൃഷ്ടാന്തങ്ങൾക്ക് ഏകദേശത്തെ ബോധിപ്പിക്കാനുള്ള കഴിവേ ഉള്ളൂ. ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമല്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരിക്കലും ദൃഷ്ടാന്തം പൂർണ്ണമല്ല. കാരണം ഇവിടെ നൂല് വേറെ, മുത്തുമണി വേറെ.
മുത്തുമണികളിൽ നിന്ന് ഭിന്നമായ നൂലിൽ മുത്തുമണികൾ കോർത്തപ്പോഴാണ് മുത്തുമാലയുണ്ടായത്. അതുപോലെ ഇവിടെ ഭിന്നമല്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രം, മുത്തുമണികളെ മാലയാക്കി നിർത്തിയിരിക്കുന്നത് എപ്രകാരം നൂലോ അതുപോലെ ഞാനാകുന്ന ഉണ്മ, ഞാനാകുന്ന അസ്തിത്വം ഈ സകലത്തെയും ചേർത്ത് കോർത്ത് നിർത്തുന്നു. അതാണ് മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. വാസ്തവത്തിൽ ഇവിടെ ഈ ദൃഷ്ടാന്തം ഈ സന്ദർഭത്തിൽ നിന്നൊരല്പം മാറ്റി ചിന്തിച്ചാൽ എല്ലാ വൈവിധ്യങ്ങളുടെയും നാനാത്വങ്ങളുടെയും അന്തർധാരയായി നിലകൊള്ളുന്ന ആ ഏകസൂത്രത്തെ ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണിത്. വൈവിധ്യങ്ങൾ, വിലക്ഷണതകൾ, ഒരു മുത്തുപോലെ മറ്റൊരു മുത്തില്ല. ഓരോന്നിൻ്റെയും സൗന്ദര്യവും ആകാരവും എല്ലാം ഭിന്നമാണ്. പക്ഷേ അവയെ കോർത്തൊരു മാലയാക്കുന്ന ചരട്, അതിൻ്റെ ഏകത്വം, ആ ചരട് ഏതെന്ന് കണ്ടെത്താനുള്ളൊരു ഒരു ഒരു അന്വേഷണ ത്വര ഒക്കെ നമ്മളിൽ ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഉപമയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാനഭൂതമായി തന്നെ നിലകൊള്ളുന്ന നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരാശയം, നാനാത്വമുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല, എല്ലാം ഒന്നാണെന്നൊന്നും പറയാൻ വയ്യ. പക്ഷെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഉണ്മ ഏകമാണെന്നും ആ ഉണ്മ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നു എന്നുള്ളതുമായ വസ്തുത. അതാണ് ഞാനാകുന്ന ഉണ്മയിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. ഞാനാകുന്ന ഉണ്മയിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. മൈ ഇതം സർവം പ്രോതം, എന്നിൽ ഇതെല്ലാം പ്രോതമാണ്, കോർക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? സൂത്രേ മണിഗണായിവ. അപ്പം സൂത്രേ മണിഗണായിവ എന്നുള്ളത് ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണാവില്ല, ഒരിക്കലും പൂർണ്ണാവില്ല, അത് ഓർമ്മിക്കണം. പക്ഷെ നമുക്ക് ചിന്തിക്കാനൊരു സഹായം തരും ദൃഷ്ടാന്തങ്ങൾ, ചിന്തിക്കാൻ സഹായം തരും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഞാനാണല്ലോ, അവിടെ ഭഗവാനല്ലേ, ഏകവചനാണല്ലോ. ആത്യന്തികമായ സത്യം ഏകമാണ്. നമ്മളെന്ന് പറയുമ്പോൾ അവിടെ വൈവിധ്യം വന്നു. നീയും ഞാനും അവനും അവളും എല്ലാം ചേർന്നതാണ് നമ്മൾ. സത്യം ഏകമാണ്. ആ ഏകമായ സത്യമാണ് പല രൂപത്തിൽ ഭാവത്തിൽ ആവിഷ്കൃതമാകുന്നത്. ഒരു ഉണ്മയാണ്. ആകാശത്തിനൊരു ഉണ്മ, ജലത്തിന് വേറൊരു ഉണ്മ, അഗ്നിക്ക് വേറൊരു ഉണ്മ എന്നില്ല. ഏകമായ ഉണ്മയാണ് ഈ ഭാവങ്ങളിലെല്ലാം പ്രകടമാകുന്നത് എന്നുള്ളതാണ് വേദാന്ത സിദ്ധാന്തം. അപ്പൊ വൈവിധ്യങ്ങളെ കാണുമ്പോഴോന്ന് ചോദ്യം. വൈവിധ്യങ്ങളെ കാണുമ്പോൾ കണ്ടോളൂ, ആ കാണപ്പെടുന്ന വൈവിധ്യത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമായിരിക്കുന്ന ഉണ്മ ഒന്നാണെന്ന് അറിയണം. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നും അഗ്നിയുടെ ഉണ്മ അഗ്നിത്വം, വായുവിൻ്റെ ഉണ്മ വായുത്വം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ശരിയാ, ആ തലത്തിൽ ശരിയാ. പക്ഷെ സൂക്ഷ്മമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവും ഒരു ഉണ്മയാണ് ഇതെല്ലാമായി പ്രഭാസിക്കുന്നത്. ചിന്തിക്കുക. അപ്പോൾ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ, സൂത്രത്തിൽ നൂലിൽ മുത്തുമണികൾ എന്ന പോലെ എന്നിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. ഇത്ര പറഞ്ഞതുകൊണ്ട് പൂർണ്ണമാകില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ ചില ദൃഷ്ടാന്തങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞു തരും. ഉദാഹരണത്തിന് രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു.
വളരെ വിശദീകരണം പിന്നെ പഠിക്കാം ഇതിൻ്റെ ഭാഷ്യം പഠിച്ച ശേഷം. എങ്കിലും അർത്ഥം മാത്രം മനസ്സിലാക്കുക. എങ്ങനെയാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്? രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഹേ കൗന്തേയ, അല്ലയോ കുന്തിപുത്ര, അപ്സു അഹം രസഃ. അപ്സു, അപ്പ് ശബ്ദം എപ്പോഴും ബഹുവചനത്തിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊരു നിയമമാണ് വ്യാകരണത്തിലെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പ് ശബ്ദം ബഹുവചനത്തിലേ പാടുള്ളൂ. എന്നാ ജലം എന്ന് പറഞ്ഞാൽ ഏകവചനാവാം, ഉദകം എന്ന് പറഞ്ഞാൽ ഏകജലവചനാവാം. അപ്പ് എപ്പോഴും ബഹുവചനേ പാടുള്ളൂ. അതുകൊണ്ട് അപ്സു. നമ്മൾ വള്ളങ്ങളിൽ നിന്ന് തർജ്ജമ ചെയ്യേണ്ട ആവശ്യമില്ല. തർജ്ജമ ചെയ്യുമ്പോൾ ബഹുവചനത്തിൻ്റെ ആവശ്യമില്ല വള്ളങ്ങളിൽ. അത് തിരുവനന്തപുരത്ത് നിന്ന് വർത്താനം പറയുമ്പോൾ പറഞ്ഞാൽ മതി, കോഴിക്കോട് നിന്ന് വേണ്ട. തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ അത് പറയണം, വള്ളങ്ങൾ, അല്ലേ? അങ്ങനെയല്ല, തിരുവനന്തപുരത്തുകാർ അപ്രിയരാണെന്ന് പറയാം. ദ്വയാർത്ഥ പ്രയോഗമാണ്. അപ്രിയർ, അപ്രിയർ. അപ്പിനെ പ്രിയമായി കണക്കാക്കുന്നുകൊണ്ടാണല്ലോ ബഹുവചനം പറയുന്നത്. അല്ലെങ്കിൽ ജലപ്രിയരാണെന്ന് ഏകവചനം പറഞ്ഞാൽ മതിയല്ലോ. ശരി, ഇരിക്കട്ടെ. അപ്പോൾ ഇത് അപ്സു. നമുക്ക് ഏകവചനത്തിൽ പറയാം വെള്ളത്തിൽ, വെള്ളത്തിൽ. അല്ലെങ്കിൽ അപ്സു ബഹുവചനം പറഞ്ഞാൽ വെള്ളങ്ങളിൽ. ഇരിക്കട്ടെ. അപ്സു അഹം രസഃ, ഞാൻ രസമാകുന്നു. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഭഗവാന്റെ വീക്ഷണം വെള്ളത്തിൻ്റെ ഗുണമാണ് രസം എന്നല്ല, മറിച്ച് രസമാകുന്ന എന്നിൽ വെള്ളം കോർക്കപ്പെട്ടിരിക്കുന്നു. രസമാകുന്ന എന്നിൽ വെള്ളം കോർക്കപ്പെട്ടിരിക്കുന്നു. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശിസൂര്യയോഹോ. ശശിസൂര്യയോഹോ, സൂര്യചന്ദ്രന്മാരിൽ ഞാൻ പ്രഭയാകുന്നു. ചൽ പ്രഭയാകുന്ന എന്നിൽ സൂര്യചന്ദ്രന്മാർ കോർക്കപ്പെടുന്നു. സൂര്യചന്ദ്രന്മാരുടെ ഗുണമാണ് പ്രഭ എന്നല്ല. രണ്ടും വീക്ഷണം വളരെ വ്യത്യാസമുണ്ട്. പ്രഭയാകുന്ന എന്നിൽ സൂര്യചന്ദ്രന്മാർ കോർക്കപ്പെട്ടിരിക്കുന്നു. പ്രണവ സർവവേദേഷു, സർവവേദങ്ങളിലും ഞാൻ പ്രണവമാണ്. പ്രണവമാകുന്ന എന്നിൽ സർവവേദങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നു. വലിയൊരു ജീവിത വീക്ഷണമാണ് ഇത്. ശബ്ദഖേ, ആകാശത്തിൽ ഞാൻ ശബ്ദമാകുന്നു. ശബ്ദമാകുന്ന എന്നിൽ ആകാശം കോർക്കപ്പെട്ടിരിക്കുന്നു. പൗരുഷം നൃഷു, നൃഷു മനുഷ്യന്മാരിൽ. പൗരുഷം മനുഷ്യത്വം, മനുഷ്യഭാവം ഞാനാകുന്നു. അപ്പൊ മനുഷ്യത്വത്തിൽ മനുഷ്യന്മാർ കോർക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ മനുഷ്യനാകുന്നത് മനുഷ്യത്വം കൊണ്ടാണ്. സൂര്യൻ സൂര്യനാകുന്നത് പ്രഭ കൊണ്ടാണ്. ജലം ജലമാകുന്നത് രസം കൊണ്ടാണ്. അപ്പൊ ഒന്നിൻ്റെ തനത് ഭാവം ഞാനാകുന്നു. ഇത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വിശദീകരണം ഇനി 10-ാം അധ്യായത്തിൽ കിട്ടും, വിഭൂതി യോഗത്തിൽ. ശരിക്ക് ഒരു 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 ബന്ധം വിഷയമായിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. കിട്ടുമ്പോൾ ആ വിചാരത്തിൻ്റെ ഒരു സാധ്യത വരും. ഇല്ലെങ്കിൽ കുറേ തിയററ്റിക്കലായിട്ട് ഇങ്ങനെ പഠിക്കാമെന്ന് തോന്നും.
അപ്പം നോക്കൂ, ഹേ ധനഞ്ജയ, എനിക്കുപരിയൊന്നുമില്ല. നൂലിൽ മുത്തുമണികൾ പോലെ എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുള്ള എന്നിൽ? അതാണ് പറഞ്ഞത്, രസഭൂതമായ എന്നിൽ ജലം കോർക്കപ്പെട്ടിരിക്കുന്നു, പ്രഭാരൂപമായ എന്നിൽ സൂര്യചന്ദ്രന്മാർ കോർക്കപ്പെട്ടിരിക്കുന്നു. സൂര്യചന്ദ്രന്മാർ എന്നുള്ളത് ആപേക്ഷികമായി പറഞ്ഞതാ. അതുപോലെ എന്തെന്ത് പ്രകാശ വസ്തുക്കളുണ്ടോ അതൊക്കെ. കാരണം അതുള്ളത് കൊണ്ടാണല്ലോ അതാകുന്നത്, ഇല്ലേ? ഒരു എന്താ പറയുക, ധേനു എന്ന് പറഞ്ഞു. ധേനു. അപ്പം ധേനു എന്ന് പറഞ്ഞാൽ കറവുള്ള ധേനു എന്ന് പറയേണ്ട ആവശ്യമില്ല. കറവുള്ളതോ കറവുണ്ടായതോ ആയ പശുവിന് മാത്രമേ ധേനു എന്ന് പറയുള്ളൂ, അല്ലാത്തതിന് പറയില്ല. ഇന്ന് വരെ പാല് ഉണ്ടായിട്ടില്ല, ഒട്ട് ഉണ്ടാവുകയില്ല, അങ്ങനത്തെ പശുവാണെങ്കിൽ അതിന് ധേനു എന്നാരും പറയില്ല. ധേനു എന്ന് പറയണമെങ്കിൽ പാല് വേണം. കുട്ടി ഉണ്ടാവാത്ത ഒരാളെ അച്ഛൻ എന്ന് പറയാറുണ്ടോ? ഇല്ല. അച്ഛൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുണ്ട്. ഒന്ന് അതാകുന്നത് എന്തിനാലാണോ ആ ഉണ്മ ഞാനാകും. അതുകൊണ്ട് എനിക്കുപരി ഒന്നുമില്ല എന്ന് നീ മനസ്സിലാക്കൂ. ആത്യന്തികമായ അസ്തിത്വത്തിൻ്റെ പ്രകടനങ്ങളാണ് എല്ലാം എന്നറിയൂ. ഇതാണ് ഉപദേശഭാഗം. നോക്കൂ, മത്തഃ പരമേശ്വരാത് പരതരം അന്യത് കാരണാന്തരം കിഞ്ചിതിന അസ്തി ന വിദ്യതേ അഹമേവ ജഗത് കാരണം ഇത്യർത്ഥഃ. ഹേ ധനഞ്ജയ, യസ്മാത് ഏവം തസ്മാത് മയി പരമേശ്വരേ സർവാണി ഭൂതാനി സർവമിദം ജഗത് പ്രോതം അനുസ്യൂതം അനുഗതം അനുവിദ്ധം ഗ്രഥിതം ഇത്യർത്ഥഃ. ദീർഘതന്തുഷു പടവത് സൂത്രേച്ച മണിഗണ ഇവ. മത്തഃ പരമേശ്വരാത് പരതരം അന്യത് കാരണാന്തരം കിഞ്ചിത് ന അസ്തി ന വിദ്യതേ അഹമേവ ജഗത് കാരണം ഇത്യർത്ഥഃ. ഹേ ധനഞ്ജയ, യസ്മാത് ഏവം തസ്മാത് മയി പരമേശ്വരേ സർവാണി ഭൂതാനി സർവം ഇദം ജഗത് പ്രോതം അനുസ്യൂതം അനുഗതം അനുവിദ്ധം ഗ്രഥിതം ഇത്യർത്ഥഃ. ദീർഘതന്തുഷു പടവത് സൂത്രേച്ച മണിഗണ ഇവ. അപ്പോൾ പറയാണ്, പരമേശ്വരനിൽ നിന്ന്, അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, പരമേശ്വരനിൽ നിന്ന് അന്യമായി മറ്റൊരു കാരണം ഈ ജഗത്തിനില്ല. കാരണാന്തരം ന വിദ്യതേ, മറ്റൊരു കാരണം ഇല്ല. ജഗത് കാരണം ഞാനാകുന്നു. അപ്പോൾ ജഗത് കാരണം പ്രകൃതിയാണെന്ന സാഖ്യവാദവും ജഗത് കാരണം പരമാണുക്കളാണെന്ന വൈശേഷികവാദവും ഒക്കെ തള്ളി. ജഗത് കാരണം ഞാനാകുന്നു. അഹമേവ ജഗത് കാരണം ഇത്യർത്ഥഃ. ഹേ ധനഞ്ജയ, ഹേ ധനഞ്ജയ, യസ്മാദേവം തസ്മാത്, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട് മയി പരമേശ്വരേ സർവാണി ഭൂതാനി സർവമിദം ജഗച്ച പ്രോതം, സകല ഭൂതങ്ങളും സർവപ്രപഞ്ചവും എന്നിൽ പ്രോതമാണ്, കോർക്കപ്പെട്ടിരിക്കുന്നു. അനുസ്യൂതം, അനുസ്യൂതമാണ്. അനുസ്യൂതം വെച്ചാൽ തുന്നിക്കൂട്ടിയതിനാണ് അനുസ്യൂതം എന്ന് പറയുക, ചേർക്കപ്പെട്ടത്, അനുസ്യൂതമായത്. അനുഗതം, പിന്തുടരുന്നത്. അനുവിദ്ധം, ഏത് വാക്ക് പറഞ്ഞാലാ മതിയാവുക എന്നുള്ള സംശയം കൊണ്ടാണ് പല വാക്ക് ഉപയോഗിക്കുന്നത്. അനുവിദ്ധം, ചേർക്കപ്പെട്ടത്. ഗ്രഥിതം, കോർക്കപ്പെട്ടത്. ദീർഘതന്തുഷു പടവത്, ദീർഘതന്തുക്കളിൽ പടം പോലെ, പടം വസ്ത്രം, നൂല് ഊടും പാവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
ഓടിയിട്ടാണ് വസ്ത്രം ഉണ്ടാവുന്നത്. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അങ്ങനെയാണ്, ഊടും പാവും. അത് വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ വസ്ത്രമില്ല, നൂല് മാത്രമേ ഉള്ളൂ. അപ്പോൾ വസ്ത്രമായിരുന്നപ്പോഴോ അപ്പോഴും നൂല് തന്നെയേ ഉള്ളൂ. അപ്പോൾ നൂലിനുപരി വസ്ത്രമുണ്ടോ? ഇല്ല. അപ്പോൾ വസ്ത്രം എന്ന് കാണപ്പെടുമ്പോഴോ കാണപ്പെടുന്നുണ്ട്, പക്ഷെ വസ്തു നൂല് തന്നെ. നൂല് ഊടും പാവുമായി പോയപ്പോൾ വസ്ത്രം ഉണ്ടായി. ആ അതെ, അനേക കടലാസുകളെ കൂട്ടിക്കെട്ടിയതാണ് ഗ്രന്ഥം, ഗ്രഥിതമായത്. ഗ്രഥി, ഈ അന്തമായിരിക്കുന്ന ധാതുവിന് ആദേശം വരുന്ന, ആഗമം വരുന്ന ഒരു സൂത്രമുണ്ട്, നിയമമുണ്ട്. അങ്ങനെയാണ് ഗ്രന്ഥം വരുന്നത്. ഇരിക്കട്ടെ. ദീർഘതന്തുഷു പടവത്, ദീർഘതന്തുക്കളിൽ നൂലുകളിൽ പടം പോലെ, സൂത്രേച്ഛ മണികണായിവ, നൂലിൽ മുത്തുമണികൾ പോലെ ഈ സമസ്ത പ്രപഞ്ചവും ഞാനാകുന്ന ഉണ്മയിൽ കോർക്കപ്പെട്ടതാണ് ധനഞ്ജയ എന്നാണ് പറയണത്. നല്ലപോലെ മനനം ചെയ്യണം എന്ന് മാത്രം പറയുന്നു. നല്ലപോലെ മനനം ചെയ്യാം. എങ്ങനെയാണ് കോർക്കപ്പെട്ടിരിക്കുന്നത് അത് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. എങ്ങനെ കോർക്കപ്പെട്ടിരിക്കുന്നു? രസോഹമപ്സു കൗന്ദേയ ഇത്യാദി. അതുവരെയുള്ളത് നല്ലപോലെ വിചാരം ചെയ്യുക. ഇത് രണ്ട് പ്രകൃതികളെ പറഞ്ഞു, ആ പ്രകൃതികളുടെ ഉടമയായിട്ട് തന്നെ പറഞ്ഞു. പരാപ്രകൃതിയും അപരാപ്രകൃതിയും. പരാപ്രകൃതി ഈ ജഗത്ത് മുഴുവനായി രൂപപ്പെട്ടിരിക്കുന്നു. അപരാപ്രകൃതി, പരാപ്രകൃതി ഇതിനെ ചേർത്ത് കോർത്ത് നിർത്തുന്നു. ഈ ചേർത്ത് കോർത്ത് നിർത്തുമ്പോഴും ഉപാധിഗതമായ ഭാവമുണ്ട്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ കരണങ്ങളും അംഗങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ അഹങ്കാരം വേണം. അഹങ്കാരം നിർബന്ധമാണ് നമുക്ക്. അഹങ്കാരമില്ലാച്ചാൽ ഒന്നും പ്രവർത്തിക്കില്ല. പക്ഷെ അഹങ്കാരവും ഉപാധിയാണ്. അഹങ്കാരത്തെയും പ്രകാശിപ്പിക്കുന്നവനാണ് ശരിയായ അഹം. അങ്ങനെ അനുസന്ധാനം ചെയ്യുക. സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.